വെൽക്കം ബാക്ക് ടു ബഹാരി മലൂസ്. ഇന്നൊരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് ശ്രീകുട്ടി? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. മൂന്നാമത്തെ വർഷമായി. 3 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. മെയ് 23 കൂട്ടത്തില് പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ കൂടിയാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഞങ്ങളുടെ റിസപ്ഷനൊക്കെ അക്കയും കേക്ക് കട്ട്. ബർത്ത്ഡേ കേക്ക് നമ്മുടെ വെഡിങ് റിസപ്ഷനൊപ്പം തന്നെ ആയിരുന്നു അക്കയുടെ കേക്ക് കട്ടിങ് ഒക്കെ. സോ എന്താ ബാക്കിയൊക്കെയുള്ള ചെറിയൊരു ട്രിബ്യൂട്ട് വീഡിയോ ഒക്കെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. പിന്നെന്താ കുറച്ച് പരിപാടി ഉണ്ട്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോകണം. പിന്നെ അമ്മ എവിടെ പോകാൻ വേണ്ടിട്ടുണ്ട്. പിന്നെ അതെ ആദ്യോ കല്യാണം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കല്യാണം വർഷമായിട്ട് ആദ്യോ കല്യാണം കൂടാൻ വേണ്ടിട്ടുണ്ട്. പോകുന്നറിയില്ല, പോകാൻ ഇയാൾക്ക് മടിയായിട്ടുണ്ട്. പിന്നെ വൈകിട്ട് അച്ഛനമ്മയ്ക്ക് ഡിന്നർ കഴിക്കാൻ പുറത്തുണ്ട്. പറ്റിയാൽ നമുക്കൊരു സിനിമയ്ക്ക് കൂടി പോകണം. ഞാൻ വിചാരിച്ചു ടർബോ റിലീസാണ്. ടർബോ റിലീസാണ്. അമ്മേനെ അച്ഛനെ കൊണ്ട് പോകുമ്പോൾ വരും. അമ്മയ്ക്ക് ചിരിക്കാനുള്ള സിനിമയ്ക്ക് ഇഷ്ടം. അവിടെ വരികയെന്ന് അറിയില്ല. അപ്പൊ പിന്നെ സിനിമയും കൂടി പോവാന്നായിരിക്കും. എന്താ പരിപാടി? ഫുള്ള് വെള്ളം ഇവിടെ. ഇവിടെ മീനൊക്കെ ഉണ്ട്. മീനിടയ്ക്ക് വരും ഇതിൽ കൂടെ ഒക്കെ. അച്ഛൻ ചിത്തറച്ഛൻ നോക്കിക്കണ്ട. അച്ഛനമ്മ ഓഫീസിൽ പോയിട്ട് ഇറങ്ങും. കിണർ നിറഞ്ഞൊഴുകി. അതെ, കിണറ്റിലെ വെള്ളം. അങ്ങനെ ദാ അമ്മേനെ അച്ഛനൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ കൊണ്ടുവന്നാക്കാനും. ഇതാ ഒരു ആമ വീണ്ടും ഫ്രണ്ടിൽ. എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് മീൻ വരും, ആമ വരും, വെള്ളം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ദാ വിദ്യ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അമ്മ അമ്പലത്തിൽ കയറിയിട്ടാണ് വന്നത്. അപ്പം അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അവരെ ഓഫീസിലൊക്കെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്കിന് കല്യാണത്തിന് പോകാനും കുറച്ച് പരിപാടികളൊക്കെ. അമ്മേനെ ദാ ഓഫീസിൻ്റെ അവിടെ ഇറക്കി. അമ്മേനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി അച്ഛനെ റെയിൽവേ സ്റ്റേഷനിലാക്കി നേരെ വീട്ടിലേക്ക് പോകണം, കുളിക്കണം, കല്യാണത്തിന് പോകണം. ഇതൊക്കെയാണ് പരിപാടി. അച്ഛനെ സ്റ്റേഷനിലാക്കി ഇനി നേരെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ രണ്ടുപേരും. എന്നിട്ട് നേരെ ഇനി അടുത്ത പരിപാടി. നിങ്ങളുടെ നാട്ടിൽ വന്നാ പിന്നെ 2 നിലയുടെ പൊക്കത്തിലല്ലേ? ഇത് ഇങ്ങനെ വന്നിട്ട് പൊക്കോളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഉപദ്രവമൊന്നുമില്ല. ഇത് ഞങ്ങള് പുറത്തേക്ക് പോകും. വെള്ളം മഴ പെയ്യുമ്പോ വെള്ളം വരും. ഇത് ഞങ്ങളുടെ സിസ്റ്റമാണ്. ഇവിടെ മിനറൽസും കാര്യങ്ങളൊക്കെ ഈ മണ്ണില് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. മഴ പിന്നെ ഇവിടെ ബാക്കി ഇവിടെ മണ്ണും കാര്യങ്ങളില്ലേ, മാവുണ്ട്, ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനുള്ള മിനറൽസ് എല്ലാം ഇവിടെ നിന്നിട്ട് ബാക്കി ഫിൽറ്റർ ചെയ്തായിരിക്കും ഞങ്ങൾ പുറത്തേക്ക് കളയുന്നത്. ഇത് അളിയന് ഞാനൊക്കെ ഇവിടെ ചെയ്ത് പോകണ്ടായിരുന്നു. വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. മോട്ടറൊക്കെ ഇരിപ്പുണ്ട്. ചെയ്ത സെറ്റായിരിക്കും. ക്ലീൻ ചെയ്യണം, മൊത്തം പോയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകണം. കിണറൊക്കെ ഉണ്ടോ? ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് തൊട്ടി ഒന്നും വേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കാണാം. ഇതാണ് ഞങ്ങളുടെ കിണർ. നാച്ചുറൽ വാട്ടർ. മുങ്ങി ചത്തു പോകത്തൊന്നുമില്ല. പൊങ്ങി വരും. പൊങ്ങി വരാലോ. ഇവിടെ അവിടെ സാധനങ്ങളില്ല, അത് പിടിച്ചിങ്ങനെ പോരാല്ലോ. ചാടിയോ? എടാ അങ്ങനെയൊന്നും പോവില്ലടാ. ഇല്ലെന്ന് താനിറങ്ങ, ഞാൻ കാണിച്ചതാ. പിന്നെന്താ വെഡിങ് ആനിവേഴ്സറിയൊക്കെയാണ് ന്യൂസ് തരാൻ വേണത്. വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യയെ കിണറ്റിലിട്ട് കൊന്ന ഭർത്താവ്. ചെരുപ്പ് താഴെ ചെരുപ്പ് ഒഴുകി പോവില്ല. ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. പിടിക്കാനോട്ട് എന്റെ ചെരുപ്പിന് പുതിയ ചെരുപ്പാണ്. എന്റെ പാർട്ടി ചാഞ്ച ചെരുപ്പ. അയ്യോ
ഇരിക്കടാ. നീ തള്ളിയിടോ? ഇല്ല. ഇവിടെ രക്ഷിക്കാനായിട്ട് ഒന്ന് പോടോ. വരൂല്ലേ ചാടാനിറങ്ങാണ്. ഞാൻ കണ്ടു. ഓ എന്റെ പൊന്നോ. ടോവിനോ പോയത് എനിക്ക് നമ്മുടെ ഈ സ്ഥലം ശരിക്കും ആദ്യം ഭയങ്കര ഉയർന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതൊന്നും വെള്ളം നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു സമയത്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചുറ്റിനുള്ള സ്ഥലം അപ്പോൾ നമ്മുടെ ഒരു സ്ഥലം ഫുള്ളൊരു ലെവലായല്ലോ. പിന്നീട് പുറത്തെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ താഴ്ന്നതിനനുസരിച്ച് അവർ മണ്ണിട്ട് അതെല്ലാം ഉയർത്തി. അപ്പോൾ നമ്മുടെ ഇവിടെ സ്ഥലം താന്നു. അങ്ങനെ വന്നപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല. വെള്ളം ഇങ്ങനെ ഇവിടെ സ്റ്റക്കായി നിൽക്കുക. നേരെ മോട്ടർ വെച്ചിട്ടുണ്ട്. മോട്ടർ അടിച്ച് നമ്മൾ വെള്ളം പുറത്തേക്ക് കളയാം. അതാണ് ഇപ്പോഴത്തെ ഓപ്ഷൻ. എന്തെങ്കിലും ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ട്, ഈ വെള്ളം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് നമുക്ക് നോക്കാം. കൺസ്ട്രക്ഷൻ ഫീൽഡിലോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ പറയും, നോക്കാം നമുക്ക്. ശ്രോതാ, നമ്മൾ കല്യാണത്തിന് പോകാനൊക്കെ റെഡിയായി. ഇതാ ഇറങ്ങാം. വെള്ളത്തിൽ കൂടി തന്നെയാണ് ഇറങ്ങാൻ. വെള്ളം അടിച്ച് കളഞ്ഞോണ്ടിരിക്കുന്നു. പൊക്കി വെക്കേറി കുട്ടിയാണ്ട്. ഏത് വഴിയാ പോണെ? തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞൊരു വഴിയല്ലേ പോകുന്നേ? ആ വഴിയാ പോകുന്നേ. സ്ഥലം അറിയാലോ അല്ലേ? സ്ഥലം അറിയാന്ന് പറയുന്നത്. സത്യം പറഞ്ഞ കല്യാണം ആരെന്ന് വെച്ചാൽ ഒരു റിലേറ്റീവും ചെയ്യും. ഞങ്ങൾ മെയിനായിട്ട് പോണത് സദ്യ കഴിക്കാൻ. എന്നിട്ട് നാട്ടിൽ വന്ന സദ്യ കഴിക്കണം. വൈഫിന്റെ മാമന്റെ മോനത്തെ കല്യാണം. അപ്പൊ ഞാനൊട്ടും എനിക്ക് നാട്ടിലും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അധികം അറിയില്ല. പക്ഷെ നാട്ടിൽ വന്ന കല്യാണം കൂട്ടുന്ന സദ്യ കഴിക്കണം. അത് ഞങ്ങൾക്ക് അറിയാം. അതിപ്പോ അമ്മ നിർബന്ധിച്ചത് കൊണ്ടും പിന്നെ ഞങ്ങൾക്ക് സദ്യ ഇഷ്ടമായത് കൊണ്ടും ഞങ്ങൾ രണ്ടാളും കൂടി കല്യാണത്തിന് പോകണം അല്ലേ? അങ്ങനെ നമ്മളിതാ കല്യാണ വീട്ടിലെത്തി. അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു. മഴ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും അകത്ത് തന്നെയായിരുന്നു. പുറത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് കല്യാണ പെണ്ണും കല്യാണ ചെക്കനൊക്കെ. അങ്ങനെ നമ്മളവിടെ എല്ലാവരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഈ കാണുന്നതാണ് ഏട്ടൻ്റെ ചേട്ടൻ്റെ മോള്, ഞങ്ങളുടെ കസിനാണ് ഐഷുക്കുട്ടി. അവളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ രണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. കുറച്ചായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അവിടെ ആ കാണുന്ന ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ കച്ചകൊള്ളാൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ സദ്യ കഴിക്കാനാണല്ലോ പോയത്. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ കാണുന്ന മെയിൻ സാധനം കട്ടിപ്പരിപ്പാണ് ഞാൻ സദ്യ കഴിക്കാൻ പോകുന്നത്. ഏറ്റവും ഇഷ്ട സാധനം. അങ്ങനെ ഫുഡൊക്കെ വന്നു, ചോർക്ക് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇതാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പായസമൊക്കെ കുടിക്കാൻ. എനിക്ക് മെയിൻ സാധനം പാലടയാണ്. പാലട ഭയങ്കര ഇഷ്ടമാണ്. ആ പായസമൊക്കെ വന്ന് പായസമൊക്കെ കുടിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാമെന്നുള്ള ഭയങ്കര ചൂടെടുക്കണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഏട്ടൻ പായസമൊക്കെ കുടിക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഐഷുക്കുട്ടിനോടും ചേട്ടനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നേരെ ഞങ്ങൾ തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കഫേ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി കഫേയാണ്. തൈക്കാട്ടുശ്ശേരി വഴി കാര്യങ്ങളും പോകണ്ടെങ്കിൽ അങ്ങോട്ട് കയറിക്കോ. ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ ജങ്കാർ കഫേ എന്ന് പറഞ്ഞിട്ട്. കുറേ നാളായി നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കഫേ സ്റ്റാർട്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവരൊക്കെ കാണാം എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് അവിടെ. റിവറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് എന്ത് രസമാണെന്നറിയോ, നല്ല കാറ്റും നല്ല അടിപൊളിയായിട്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആക്ച്വലി കഫേ ഓപ്പൺ അല്ല, അതായത് വൈകിട്ടാണ് അവിടെ ഓപ്പൺ ആവണത്. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പക്ഷെ ഒത്തിരി നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജങ്കാർ കഫേ, തൈക്കാട്ടുശ്ശേരി പാലത്തിനോട് ചേർന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട് നടത്തുന്ന കഫേ ആണ്. ഇതാണ് ഇതിൻ്റെ സോൾ ഓണർ. എന്താണ് ഇവിടുത്തെ പരിപാടികളൊക്കെ? പരിപാടി നമുക്കിപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഇവൻറ്റ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചൊവ്വ മുതൽ സ്കീം കൊടുക്കുന്നത്. ഫുഡ് ഐറ്റംസ് ആയിട്ട് നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ കറി, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഫ്രൈ, അത്രയാണ് ഇപ്പം നിലവിലുള്ള മെയിനായിട്ടുള്ള സ്നാക്സ് ആണല്ലോ. സ്നാക്സ് എന്തൊക്കെയാണ്? സ്നാക്സ് ചിക്കൻ സമൂസ, പനീർ സമൂസ, പഞ്ചാബി സമൂസ, പിന്നെ നമുക്ക് ചെമ്മീൻ കിട്ടുന്നതനുസരിച്ച് പ്രോൺ സമൂസ, അത്രയും സാധനം ഇപ്പം നിലവിലുണ്ട്. പിന്നെ പയ്യെ തവയൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ.
രാത്രി ആയിരിക്കുമല്ലോ കുറച്ചുകൂടി സെറ്റ്, ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ തൊട്ട് ഫ്രണ്ട് കായലാണ്. നല്ല രസമാണ്, നല്ല കാറ്റ്, നല്ല നല്ല വെയിലത്തൊക്കെ അതിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചൂടുള്ള സമയത്താണ് വന്നാലും നല്ല കാറ്റുണ്ട്, സെറ്റാണ്. 10-75 പേരുടെ സ്പേസ് എന്തായാലും ഉണ്ട് ഇവിടെ. നൈസൊരു പാർട്ടിയൊക്കെ ആണെങ്കിൽ എത്ര സമയം വരാൻ പറ്റും നമുക്കിവിടെ? ഓക്കെ ഓക്കെ. ഓ ശരി ശരി. ആ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കൊടുക്കും? ഇപ്പം നമ്മുടെ നോർമൽ സ്പീക്കറാണ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പുതിയ സിസ്റ്റം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് സൗണ്ടിന്റെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സൗണ്ട് ഇഷ്യൂ ഒന്നുമില്ല. 10 മണി വരെ പാടുള്ള 4 വലിയ സൗണ്ട് ലൈറ്റായിട്ട് വയ്ക്കാം. പിന്നെ ശനിയും ഞായറും എറണാകുളത്ത് ഇപ്പോൾ ഒരു ബാൻഡുകാർ വന്നിട്ടുണ്ട്. അവർക്ക് സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അവരിവിടെ പ്ലേ ചെയ്യും. ഓക്കെ ഓക്കെ ശരി 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 ശരി. ഏതായാലും സംഭവം അടിപൊളി സെറ്റപ്പാണ്. ശ്രീകുട്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. എന്തായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം ഇറങ്ങാം അങ്ങനെ പ്ലാൻ ചെയ്തു. ഇപ്പം ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടോ? കറക്കി കിട്ടോ? അയ്യോ ക്ഷമ വേണം. അങ്ങനെ ഞാൻ ചൂണ്ടിയിട്ട് സാധനം അവിടെ എവിടേക്കോ കൊളത്തിപ്പോയി. പിന്നെ ചന്ദ്രൻ ചേട്ടൻ അതെങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അവിടെ തോളൻ റോളാണ് ചന്ദ്രൻ ചേട്ടൻ. നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ഒരു ഹ്യൂമൻ. നല്ല കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു, ഒരുപാട് അറിവുകളൊക്കെ ഉള്ളൊരു മനുഷ്യൻ. കുറേ നേരം പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇനി കൂടുതൽ പണിയൊപ്പിക്കേണ്ടാത്തതൊന്നും ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മുടെ സ്വന്തം ബിറ്റോടെ വീട്ടിൽ ബിറ്റോടെ വർക്കിങ്ങിലായിരുന്നു. ഏട്ടൻ കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ പോയി താഴ്ന്ന് മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയപ്പോഴേക്കും ഏട്ടൻ എണീറ്റു. അങ്ങനെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുമായിരുന്നു. അവൻ ഇപ്പോൾ താഴെ പോയൊക്കെ ഫുഡ് കഴിക്കാൻ. ഞാൻ ഉറങ്ങി എണിച്ചപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്ന് ഫിഫ കളിക്കുന്നു. കണ്ടില്ലേ, ബിറ്റോടെ ആയിട്ട് പോയി ഡെയിലി ബിറ്റോനെ കണ്ടില്ലെങ്കിൽ ഏട്ടനൊരു സമാധാനമല്ല. അവൻ അവിടെ ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം, വൈകിട്ടത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ബിറ്റോടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി രാവിലെ ഇറക്കിയ സ്ഥലത്ത് നിന്ന് അമ്മേനെ കയറ്റണം. അച്ഛനെ ഇറക്കിയ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനെയും തിരിച്ച് കയറ്റി വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറാ, കുളിക്കുക, ഡ്രസ്സ് മാറാ, അടുത്ത പരിപാടിക്ക് ഇറങ്ങാം. അതിനുള്ള സമയമുള്ള പോലെ 5 മണിയാവും അച്ഛൻ്റെ ട്രെയിൻ എത്തുമ്പോൾ. അത് കഴിഞ്ഞ് 7 മണിക്കാണ് നമുക്ക് സിനിമ. അപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഒരു 6 മണിക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്. അപ്പം അതിനുള്ള ടൈമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മേനെ പിക്ക് ചെയ്യാനായിട്ട്. ഏട്ടാ ഇവിടെ ഉണ്ട്. ഇനി അമ്മേനെ പിക്ക് ചെയ്തിട്ട് വരാം അച്ഛനെ. അമ്മേനെയൊക്കെ പിക്ക് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അച്ഛൻ ഡെയിലി എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വരണ വഴി എന്തായാലും അച്ഛയുടെ കയ്യിൽ എനിക്കുള്ള പഴംപൊരി ഉണ്ടാവും. അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള 2 ചേച്ചിമാരുടെ കടയിൽ നിന്നാണ് വാങ്ങുക. അച്ഛൻ അവിടെയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ വാങ്ങുന്ന പഴംപൊരിയൊക്കെ എനിക്കുള്ളതാണ്. അച്ഛൻ എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുവരും. എനിക്കും ഭയങ്കര സന്തോഷമാണ്, അച്ഛനും ഭയങ്കര സന്തോഷമാണ്. ഇതാ കണ്ടില്ലേ, എനിക്കുള്ള പഴംപൊരിയാണത്. അത് ഞാൻ കാറിലിരുന്ന് തന്നെ കഴിച്ചു. മമ്മൂട്ടിയുടെ ടർബോയ്ക്ക് ഇറങ്ങാണ്. അച്ഛയും അമ്മയും ശ്രീകുട്ടി ഞാനും കൂടി. വെള്ളം ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ എത്താൻ അത്യാവശ്യം കുറച്ചൊന്നും വൈകി. പക്ഷേ ഫിലിമൊന്നും തുടങ്ങിയിട്ടില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടി സമയം വൈകി. അങ്ങനെ നമ്മൾ ഏട്ടൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളകത്തോട്ട് കയറി. സിനിമ തുടങ്ങുകയാണ്. ആക്ച്വലി ഇത് റിലീസിൻ്റെ അന്ന് തന്നെ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് റിലീസിൻ്റെ അന്ന് തന്നെ ഒരു സിനിമ കാണുന്നത്. ടർബോ ആയിരുന്നു. പക്ഷേ വീഡിയോ ഇടുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ ചേച്ചി വന്നതിൻ്റെയും കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ വളരെ പതിയാണ് വരുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് റിലീസിൻ്റെ അന്നൊരു സിനിമയാണ്. അടിപൊളി വൈബായിരുന്നു. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വൻ പൊളിയായിരുന്നു. കുറേ ഫാൻസും അവരുടെ കയ്യടിയും കാര്യങ്ങളും. പിന്നെ കൂട്ടത്തിൽ അമ്മയുടെ ഏട്ടൻ്റെ നടുക്കാൻ ഞാനിരുന്നു. അവർ രണ്ടുപേരും വൻ എൻജോയ് ചെയ്ത് ഫിലിം കാണുന്ന ആൾക്കാരാണ്. നല്ല രസമായിരുന്നു ഫിലിം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിന്ദു പണിക്കരൊക്കെ എന്ത് രസമാണ്, മമ്മൂട്ടിയുമൊക്കെ. നല്ല അടിപൊളി സിനിമയായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറും, എന്നിട്ട് വീട്ടിലേക്ക്. ഹട്ട്സ് റെസ്റ്റോറൻറ്റ് ചേർത്തലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മളിവിടെ വരുന്നതാണ് ഹട്ട്സിൽ. പക്ഷേ ഹൈവേയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ
ഹൈവേയുടെ പണിയൊക്കെ നടക്കണോണ്ട് അപ്പോൾ പുതുതായിട്ട് ഇങ്ങോട്ട് മാറ്റി പണിതാ ഹട്ട്സ് റെസ്റ്റോറൻറ്റ് ചേർത്തല. അടിപൊളിയാട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വർഷങ്ങളായി, ഒരു 4 വർഷമെങ്കിലും ആയിട്ടാണ്. ഏതെങ്കിലും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഏതായിട്ട് ഇഷ്ടപ്പെട്ട സീൻ? അന്നാണ് എൻജോയ് ചെയ്തല്ലോ. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കാണാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത, പക്ഷെ ഇത് ഭയങ്കര രസമില്ലായിരുന്നു. ഇടിയും കോമഡിയും ബിന്ദു പണിക്കറിന്റെ കോമഡിയാണെന്ന്. പക്ഷേ അമ്മ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഒച്ചമേളൊക്കെ ആയിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. താറാവ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിയും കൂടി ആയതുകൊണ്ട് എല്ലാം പുറത്തുതന്നെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ ഫുൾ കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് ഇതാ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.